പലപ്പോഴും രാവിലെ ഞാൻ താണ്ടി ഈ ചായക്കടയിൽ വന്ന് രാവിലെ ചായ കുടിക്കുന്ന പതിവാണ്. ചായ കുടിച്ചിട്ട് ഞാൻ താണ്ടി ഈ ഒരു കല്ലിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. പലപ്പോഴും ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഇത് ഏത് തരത്തിലുള്ള കല്ലാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രാനൈറ്റ് കാറ്റഗറിയിലുള്ള കല്ലാണെന്നാണ്. അതായത് ഇത് നമുക്ക് ഭൂമിയിലുള്ള കല്ലുകളെ ബ്രോഡായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഇഗ്നിയസ് റോക്കുകൾ, സെഡിമെൻ്റ് റോക്കുകൾ, അത് കണക്കിന് മെറ്റമോർഫിക് റോക്കുകൾ. ഇപ്പോൾ ഈ ഗ്രാനൈറ്റ് കല്ല് ഉൾപ്പെടെ ബസാൾട്ട് പോലെയുള്ള റോക്കുകളൊക്കെ ഫോം ചെയ്യുന്നത് ലാവ കട്ടിപിടിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള റോക്കുകളെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്കുകൾ എന്ന് പറയുന്നത്. ഇനി വൺസ് ഈ ഇഗ്നിയസ് റോക്കുകളൊക്കെ ഭൂമിയിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് സർഫസിൽ എക്സ്പോസ്ഡ് ആണ് അല്ലേ. മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കാറ്റടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഒരുപാട് വെതറിങ്ങും ഇറോഷനും ഒക്കെ ഒരു പ്രശ്നമൊക്കെ ഈ റോക്കുകൾ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ പല സെഡിമെന്റ്സുകൾ ഫോം ചെയ്യും. ഈ സെഡിമെന്റ്സ് എവിടെയെങ്കിലും പോയി ഡിപ്പോസിറ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത് കട്ടി പിടിച്ച് ഫോം ചെയ്ത റോക്കുകളാണ് സെഡിമെന്ററി റോക്കുകൾ എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ഒരു റോക്കാണ് മെറ്റമോർഫിക് റോക്കുകൾ. അതായത് ഈ ഓൾറെഡി ഫോം ചെയ്ത ഇഗ്നിയസ് റോക്കുകളും സെഡിമെന്ററി റോക്കുകളും പലതരത്തിലുള്ള ഹീറ്റ്, പ്രഷർ ഡിസ്റ്റർബൻസ് കാരണം മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ആവും. അങ്ങനെ ഫോം ചെയ്ത റോക്കുകളെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മാർബിൾ, സ്ലേറ്റ് പോലെയുള്ള റോക്കുകൾ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ കാണുന്ന റോക്കുകൾ ഈ പറഞ്ഞ 3 കാറ്റഗറികൾ ഏതെങ്കിലും ഒന്നാവാം.